റസിയ പറഞ്ഞ ഞാനുണ്ട്. ഞാൻ വീണ്ടും വന്നു. ആ വീണ്ടും വന്നിട്ട് എന്താ വർത്താനം പറഞ്ഞില്ല എന്ന് പറയണേ. എല്ലാവരും പരാതി പറയണേ. ചോദിച്ചാലൊന്നും ഷാഹിന മറുപടി പറഞ്ഞില്ല. നമ്മൾ ഓരോന്ന് ചോദിച്ച് ചണവിത്തിൻ്റെ ഞങ്ങൾക്ക് അറിയണം മോളെ. ചണവിത്ത് എന്ന് പറഞ്ഞാൽ ചണവിത്ത് വൈദ്യന്മാരെ പീടിയെന്ന് വാങ്ങാൻ ഷാഹിനൊക്കെയുള്ള മറുപടിയാണ്. അപ്പോൾ ചണവിത്ത് വൈദ്യന്മാരെ പീടിയെന്ന് വാങ്ങാൻ ഒരു 100 വാങ്ങിയാൽ ഒരു 10-32 റുപ്യുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 2 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ടേക്കുക രാത്രി. എന്നിട്ട് രാവിലെ ആ ഉലുവ മിക്സിയിൽ അടിക്കുക. എന്നിട്ട് ചണവിത്ത് പൊടിച്ചതും ഒരു 2 സ്പൂൺ എടുക്കുക. ഈ ഉലുവ അരച്ചതും കൂടി കൂട്ടി നല്ലോണം അങ്ങോട്ട് ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് നന്നാക്കിയിട്ടുണ്ട് കുറുക്കുക. അപ്പോൾ കൊഴുപ്പ് മാതിരിയായിട്ട് വരും. അപ്പോൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണ കേട്ടോ മക്കൾ, ആട്ടിയ വെളിച്ചെണ്ണ. അത് 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കുമ്പോൾ പന വരകിയ മാതിരി നമ്മൾ മുത്താറി കാച്ചണ മാതിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കുറുകി വരുമ്പോൾ അതെടുത്ത് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം അത് തൊട്ടിട്ട് അല്ല മാറ്റി ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം അതിങ്ങനെ തൊട്ടിട്ട് മുഖത്തൊക്കെ നല്ലോണം തേക്കുക. എല്ലാ ഭാഗത്തും തേക്കുക. പിന്നെ തലയിലും തേക്കുക. തലയിൽ തേച്ചാൽ നമ്മൾ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത മാതിരി നമ്മൾ 6000-7000 കൊടുത്ത മാതിരി എപ്പോഴും ഉണ്ടല്ലോ. അതേ കുളൂസിലല്ലെങ്കിലും നല്ല ഭംഗിക്ക് നിൽക്കുക മുടി. അങ്ങനെ കണ്ട മക്കൾ. അപ്പം അതേമാതിരി ചെയ്ത് നോക്കിട്ടോ. ഇതൊന്നും കിടമൊന്നും ആ സെറീനെ കടന്നില്ല, മുളുസ കടന്നു.